CPI നേതാവ് CK ചന്ദ്രപ്പന് കൊല്ലത്ത് ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:15 കൊല്ലത്തെത്തിയ മൃതദേഹം 1 മണിക്കൂർ പ്രസ് ക്ലബ് മൈതാനിയിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി പേർ CK ചന്ദ്രപ്പന് ആദരാഞ്ജലി അർപ്പിക്കാൻ രാവിലെ തന്നെ എത്തിയിരുന്നു. KSRTCയുടെ പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാണ് CK ചന്ദ്രപ്പന്റെ മൃതദേഹം വെച്ചിരിക്കുന്നത്. ഇതിൽ അന്ത്യോപചാരം അർപ്പിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുന്നിടത്ത് ഇരുവശങ്ങളിലും പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ കാത്തുനിന്നിരുന്നു. ചന്ദ്രപ്പന്റെ മൃതദേഹം കൊല്ലത്ത് കൊണ്ടുവരുമെന്നറിഞ്ഞ് CPI പ്രവർത്തകരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും വെള്ളിയാഴ്ച രാവിലെ തന്നെ കൊല്ലത്ത് പ്രസ് ക്ലബ് മൈതാനിയിൽ എത്തിച്ചേർന്നു. ചന്ദ്രപ്പന്റെ ഫോട്ടോ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. CPI ജില്ലാ ആസ്ഥാനമായ MN സ്മാരകത്തിൽ നേതാക്കൾക്ക് പുറമെ നൂറുകണക്കിന് ആളുകൾ വ്യാഴാഴ്ച മുതൽ എത്തിയിരുന്നു. കൊല്ലവുമായി ആത്മബന്ധമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു CK ചന്ദ്രപ്പൻ. CPI സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോഴാണ് ചന്ദ്രപ്പൻ അവസാനമായി കൊല്ലത്തെത്തിയത്. CPIക്ക് ശക്തമായ അടിത്തറയുള്ള ജില്ലയാണ് കൊല്ലം. ഇല്ല മരിക്കില്ല, സഖാവ് PK മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചത്. ആയിരങ്ങൾ CKയുടെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ച പ്രസ് ക്ലബ് മൈതാനിയിലേക്ക് ഒഴുകുകയായിരുന്നു. CPI നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, കാനൻ രാജേന്ദ്രൻ, ബിനോയ് വിശ്വം, KR ചന്ദ്രമോഹനൻ, KE ഇസ്മായിൽ എന്നിവർ മൃതദേഹത്തിനൊപ്പം അനുഗമിക്കുന്നു. കൊല്ലത്ത് ചന്ദ്രപ്പന്റെ മൃതദേഹത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ അഡ്വക്കേറ്റ് K രാജു MLA, മുൻ MP P രാജേന്ദ്രൻ, മുൻ മന്ത്രിമാരായ CV പത്മരാജൻ, NK പ്രേമേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ, ഡോക്ടർ N ബലരാമൻ, ഡോക്ടർ രാജാകൃഷ്ണൻ, കൊല്ലം പ്രസ് ക്ലബ് സെക്രട്ടറി ബിജു പാപ്പച്ചൻ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് വെച്ച് 1 മണിക്കൂറിന് ശേഷം വാഹനങ്ങളുടെ അകമ്പടിയോടെ മൃതദേഹം ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.